അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തേത് നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്നും ഒരേ രീതിയിൽ സമൂസ ഉണ്ടാക്കിയെടുക്കാണ്ട് ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ്. വേഗത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടുനോക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിത് ചൂടായ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 ചെറിയ സവാള ചെറുതാക്കിയിട്ട് കട്ടാക്കിയതും ഒരു തക്കാളി കൂടി എടുത്തിട്ടുണ്ട്. രണ്ടും ഒന്നിച്ച് തന്നെ നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേഗത്തിൽ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് ഒന്ന് വാടി റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു പൊടിയുടെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ ഞാനിതിലോട്ട് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസ് വേവിച്ച് റെഡിയാക്കി എടുത്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് ഒന്ന് പിച്ചെടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ചേർക്കാണ്. നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതിലോട്ട് കുറച്ച് മല്ലിയുടെ ഇല കൂടി ഇട്ടെടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ നമ്മുടെ ഒരു ഫില്ലിങ് നമുക്കൊന്ന് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. നന്നായി ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. മയോണൈസാണ്. ഞാനൊരു 3 ടേബിൾ സ്പൂണ് മയോണൈസ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ മയോണൈസ് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, വേണമെങ്കിൽ അത് കാണാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സമൂസക്കൊക്കെ മടക്കിയെടുക്കുന്ന ആ ഒരു രീതിയിൽ മടക്കിയെടുക്കുക. ഇനി ഞാൻ ആ ഒരു ഭാഗത്ത് കുറച്ച് മൈദ വെള്ളത്തിലൊന്ന് കലക്കിയെടുത്തത് ഒന്ന് തേച്ചെടുത്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ബാക്കി മുഴുവനായിട്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് തന്നെ ഞാനിതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്കിതൊന്ന് ഇട്ടെടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ്. ഇത് വെളിച്ചെണ്ണയിലാണ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു സ്നാക്സുകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് നമുക്ക് തീരും എണ്ണ കുടിക്കാത്ത രീതിയിൽ കിട്ടുള്ളൂ. 2-3 പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ടെടുക്കുക. എന്നിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക. റെഡി ആയിട്ടുള്ള ഈ ഒരു സമൂസ നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. നമ്മൾ മയോണൈസ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടിട്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഒരു സമൂസക്ക്. നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ്. ഓക്കെ.